ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എജ്യുപോർട്ടിൻ്റെ സംസ്കൃതം +1 യൂണിറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ യൂണിറ്റാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ പാഠങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ആദ്യത്തേത് ശബ്ദാഹ്വയം ജ്യോതിഹി എന്ന പാഠമാണ്. നമ്മുടെ പാണിനി മഹർഷിയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. പുരാ തക്ഷശില നാമ കാചിത് സർവകലാശാല ആസീത് തത്ര മഹാൻ ആചാര്യ ഉപവർഷ ശിഷ്യാൻ അധ്യാപയന്നാസീത്. എന്നാണ്, പണ്ട് തക്ഷശില എന്ന ഒരു സർവകലാശാലയുണ്ടായിരുന്നു. അവിടെ മഹാനായിട്ടുള്ള ഉപവർഷ എന്ന ആചാര്യൻ ഉണ്ടായിരുന്നു, കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശിഷ്യേഷ്വന്യതമഹ ദാക്ഷീപുത്ര പാണിനി, ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ദാക്ഷീപുത്രനായിട്ടുള്ള പാണിനി. സർവേ സതീർത്യാഹ മൂഢധീഹി പാണിനീഹി മൂഢധീഹി പാണിനിഹി ഇത്യവം പരാമർശ്യ പാണിനം പരിഹസന്തി സ്മ. എല്ലാവരും മൂഢധിയായിട്ടുള്ള പാണിനിയാണ് എന്ന് പറഞ്ഞ് പാണിനിയെ പരിഹസിക്കുമായിരുന്നു. അതീവ ദുഃഖിത സ ഏവം അചിന്തയത്. അതീവ ദുഃഖിതനായ പാണിനി മഹർഷി അല്ലെങ്കിൽ ബാലകനായ പാണിനി ഇങ്ങനെ ചിന്തിച്ചു. കുതഹ കിമപി നാവഗച്ഛാമി, എന്തുകൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലാവാത്തത്. ബഹുപ്രയത്നം കൃത്വ കിമപി ഫലം ന ലബ്ധം, ഒരുപാട് പ്രയത്നിച്ചിട്ടും എനിക്കതിൻ്റെ ഫലമൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. അഹമപി ദൂരാത് അന്യ ഇവ പഠനാർത്ഥം ഏതത് തീർത്ഥമാഗതോസ്മി, ഞാനും മറ്റുള്ളവരെ പോലെ തന്നെ പഠനത്തിനായിട്ടാണ് ദൂരെ നിന്നും ഇവിടേക്ക് വന്നത്. ഇതരേതു പഠിതാനി കാര്യാണ്യവഗച്ഛന്തി പ്രശ്നാനാം ഉത്തരാണി ദദതിച്ച, മറ്റുള്ളവരൊക്കെ എന്താണ്, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. കിമഹം മൂഢസ്യാം, ഞാൻ എന്താ മൂഢനാണോ മണ്ടനാണോ? കിം കർത്തവ്യം, എന്താ ചെയ്യുക, ഞാൻ എന്തുകൊണ്ട് മണ്ടനായി, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇങ്ങനെ എന്ന് തോന്നിച്ചിട്ട് ഇനി എന്താ ഇപ്പം ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. കോപി മാർഗോന ദൃശ്യത, ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ഗൃഹം പ്രതിഗച്ഛാമി, ഞാൻ വീട്ടിലേക്ക് പോകാം. ഏവം വിചിന്യ സഹ കിമപി നോക്ത്വ തതഃ ഗൃഹമഗച്ഛത് എന്ന് പറഞ്ഞതിന് ശേഷം ആരോടും ഒന്നും പറയാതെ പാണിനി എന്ത് ചെയ്തു, വീട്ടിലേക്ക് തിരിച്ചുപോയി. കതിപേ ദിനാനന്തരം ദാക്ഷ്യാസാകം ജലമാഹർത്തും നദീമഗച്ഛത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താണ്, അമ്മയുടെ കൂടെ നദിയിലേക്ക് വെള്ളം കൊണ്ടുവരുവാൻ വേണ്ടി പോയി. ദൈനികക്രമ ഇവ മാതാ കുംഭേ ജലം പൂരയിത്വ തടകതേ ശിലാതലെ ന്യസതി സ്മ. അപ്പോൾ ഡെയിലി എന്ന പോലെ എല്ലാ ദിവസവും അമ്മ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ആ കുടം എന്ത് ചെയ്യും, അവിടുത്തെ ഒരു പാറയുണ്ട്, ആ പാറക്കല്ലിൻ്റെ മുകളിൽ വെക്കും. സാ പുത്രമേവം അവതത്, അപ്പോൾ അവൾ മകനോട് പറഞ്ഞു ആ അമ്മ, പുത്ര നിരന്തരം ഘടവിന്യാസേന തതോഭാഗസ്യ ചിഹ്നം ശിലോപരി ന പശ്യസിക്കും എന്നാണ്. അവിടെ കുടം വെച്ച് ആ പാറ എന്നൊരു കുഴി വന്നിട്ടുണ്ട്, അതായത് ആ കുടത്തിൻ്റെ ആ ഒരു ഷേപ്പ് ആ പാറയ്ക്ക് വന്നിട്ടുണ്ട്. ഏവം ശിലായാമപി പരിണാമോ ഭവതി തഥാപി കിം ന ഖലു ത്വയി ന കഷ്ടയം ദശ എന്നാണ്. പാറയ്ക്ക് പോലും ഇങ്ങനെ, പാറയേക്കാളും എത്രയോ ബലം കുറഞ്ഞ സാധനമാണ് ചട്ടി അല്ലെ മൺചട്ടി, അത് വെച്ചിട്ട് പാറയ്ക്ക് പോലും ഇങ്ങനൊരു പരിവർത്തനം വരുമെങ്കിൽ പിന്നെ നിനക്ക് എന്തുകൊണ്ട് വന്നൂടാ, നിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം വരുന്നു നമ്മ പറഞ്ഞു. പ്രശ്നോയം തസ്മിൻ ചിന്താധാരാഹ അജനയൻ, ഈ ചോദ്യം ആ ബാലനായിരിക്കുന്ന പാണിനിയുടെ ചിന്താധാരകളെ ഉയർത്തി. ഏവം സ വിദ്യാലാഭാർത്ഥം തപശ്ചരിതും നിർണിനായ, അങ്ങനെ വിദ്യ ലഭിക്കാനായി എന്ത് ചെയ്തു, അദ്ദേഹം തപസ് ചെയ്യാൻ, ആ പാണിനി കുട്ടിയായിരിക്കുന്ന പാണിനി തപസ് ചെയ്തു. കഠിനേന തപസ നടരാജം മഹാദേവം പ്രത്യക്ഷീചകാര, കഠിനമായ തപസ്സോടുകൂടി നടരാജനായിരിക്കുന്ന ഭഗവാൻ ശിവനെ പ്രത്യക്ഷപ്പെടുത്തി. നൃത്താവസാനെ നവപഞ്ചമാരം ധ്വനിതം ഢക്കാനിനാദം ശബ്ദബ്രഹ്മത്വേന വിജ്ഞായ സഹ മാഹേശ്വര സൂത്രരൂപേണ പ്രത്യഭിജാനാതി സ്മ. അപ്പോൾ ഭഗവാൻ ശിവൻ വന്ന് നൃത്തം ചെയ്തു. നൃത്ത സമയത്ത് ഡമരുവിൽ നിന്നും ശബ്ദങ്ങളുണ്ടായി. നവപഞ്ചവാരം 14 തവണ ശബ്ദമുണ്ടായി. അതിനെ ശബ്ദബ്രഹ്മമായി മനസ്സിലാക്കി മഹേശ്വര സൂത്ര രൂപത്തിൽ അതിനെ അദ്ദേഹം എടുത്തു. തദുക്ത്വ നന്ദികേശ്വരേണ സ്വകീയ കാരികായ, നന്ദികേശ്വരൻ തൻ്റെ കാരികയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നൃത്താവസാനേ നടരാജരാജ നിനാദഡക്കാം നവപഞ്ചവാരം ഉദ്ധർത്തു കാമ സനകാദിസിദ്ധാൻ ഏതത് വിമർശേ ശിവസൂത്രജാലം എന്ന്. ഓക്കെ, എന്താണ്, അപ്പോൾ സനകാദി സിദ്ധന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ച ശിവൻ നൃത്തത്തിൻ്റെ അവസാനം ഡക്ക് കൊണ്ട് 14 പ്രാവശ്യം ശബ്ദമുണ്ടാക്കി. ഇപ്രകാരം ശിവസൂത്രജാലത്തിൽ വിമർശിച്ചിരിക്കുന്നു അർത്ഥം. ഓക്കെ, അങ്ങനെ ആ ഈ ഊണ് റിളക്ക് ഏയോങ് ഐ ഔച്ച് ഹയവരട്ട് ലണ് ഞമഗണനമ് ജഭഞ്ഞ് ഘടദശ് ജപഘടദശ് ചട്ടത്തവ് കപ്പയി ശശസര് ഹല്. ഇതാണ് ആ 14 ശബ്ദങ്ങൾ. ഏവം പാണിനി സംസ്കൃത വ്യാകരണശാസ്ത്രേ നൂതനാം പ്രണാളിയും ഉപസ്ഥാപയത്. ഇങ്ങനെ പാണിനി മഹർഷി സംസ്കൃത വ്യാകരണശാസ്ത്രത്തിൽ നൂതനമായൊരു സംരംഭം ഉണ്ടാക്കി. സുഘടിതസ്യാസ്യ സംസ്കൃത വ്യാകരണസ്യ മൂലഭൂതാനി ഭവന്തി ഏതാനി മാഹേശ്വര സൂത്രാണി. സുഘടിതമായിട്ടുള്ള
സംസ്കൃത വ്യാകരണത്തിന് മൂലഭൂതമായിട്ടുള്ളതാണ് ഈ മാഹേശ്വര സൂത്രങ്ങൾ. പാണിനിഹി സംസ്കൃത വ്യാകരണസ്യ മുഖ്യ ആചാര്യശ്ചാഭൂത്. പാണിനി മഹർഷി എന്നാണ് സംസ്കൃത വ്യാകരണത്തിൻ്റെ മുഖ്യ ആചാര്യനുമായി മാറി. വ്യാക്രിയന്തേ അനേന ശബ്ദ ഇത് വ്യാകരണം. എന്താണ്? ഇതിനാൽ ശബ്ദങ്ങൾ സൂക്ഷ്മാംശത്തിൽ കീറിമുറിച്ച് പരിശോധിക്കപ്പെടുന്ന ശബ്ദമാണ് അല്ലെങ്കിൽ ശാസ്ത്രമാണ് വ്യാകരണം. വ്യാകരണമേവ ശബ്ദാനുശാസനം. വ്യാകരണം തന്നെയാണ് ശബ്ദാനുശാസനം. ശബ്ദാനുശാസനം എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായ അല്ലെ അപശബ്ദങ്ങളിൽ നിന്നും നല്ല ശബ്ദത്തെ തിരിച്ചറിയുക. വൈദിക സംസ്കൃതസ്യ തഥാ ലൗകിക സംസ്കൃതസ്യ ച വ്യാകരണസ്യ ഏകത്ര സന്നിവേശാത് പാണിനീയം മഹത്തരമഭൂത്. വൈദിക സംസ്കൃതത്തിൻ്റെയും അതേപോലെ ലൗകിക സംസ്കൃതത്തിൻ്റെയും വ്യാകരണം അദ്ദേഹം രചിച്ച് എന്നാണ്. അത് അദ്ദേഹത്തിനൊരു മഹത്വമാണെന്നർത്ഥം. അഷ്ടാനാം അധ്യായാനാം സമാഹാരാതസ്യ ഗ്രന്ഥസ്യ നാമ അഷ്ടാധ്യായി ഇതിച്ച സിദ്ധം. 8 അധ്യായങ്ങളുടെ സമാഹാരമായതുകൊണ്ട് ഇതിന് എന്താണ്? അഷ്ടാധ്യായി എന്നും പേരുണ്ട്. മാഹേശ്വര സൂത്രാൻ ഉപയുജ്യ പാണിന പ്രത്യാഹാരാഹ നിർമ്മിതാഹ. മാഹേശ്വര സൂത്രങ്ങൾ ഉപയോഗിച്ച് പാണിനി മഹർഷി എന്ത് ചെയ്തു? പ്രത്യാഹാരങ്ങൾ നിർമ്മിച്ചു. ഏതാനുപയുജ്യ സൂത്രരൂപേണ നിയമാഹ തേന നിബദ്ധാഹ. ഇതിനെ ഉപയോഗിച്ച് സൂത്രരൂപത്തിൽ അദ്ദേഹം നിയമങ്ങൾ എഴുതി. 3995 സൂത്രാണി തത്ര വർത്തന്തെ. അതാണ് 3995 സൂത്രങ്ങളാണ് അതിലുള്ളത്. ലോകേ സർവത്ര വിവിധൈഹി ഭാഷാശാസ്ത്രജ്ഞൈഹി അത്യാദരപൂർവമേവ പാണിനീയ പ്രവൃത്തി പരാമൃശ്യത്തെ. അദ്യ വിദ്യമാനേഷു സമ്പൂർണ്ണ വ്യാകരണം ഭവതി പാണിനീയം. ഏവം ശബ്ദാഹ്വയം ജ്യോതിഹി പ്രസാര്യ പാണിനിഹി ഭുവനതലഗതം അന്ധകാരം അപാകരോത്. എന്താണ്? ഇന്നും എല്ലാ ഭാഷാശാസ്ത്രജ്ഞന്മാരും വളരെ ബഹുമാനത്തോടു കൂടിയാണ് പാണിനി മഹർഷിയെ നോക്കിക്കാണുന്നത്. വളരെ ആദരവോടു കൂടിയാണ് പാണിനിയുടെ പ്രവൃത്തിയെ അവർ പരാമർശിക്കുന്നതും. അതായത് അങ്ങനെ ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ച് സമ്പൂർണ്ണമായിട്ടൊരു വ്യാകരണ ഗ്രന്ഥമാണ് എന്ത് പാണിനി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ശബ്ദാഹ്വയമായിരിക്കുന്ന വെളിച്ചം കൊണ്ട് എന്താണ്? അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഈ ലോകത്തിൽ നിന്നും അദ്ദേഹം ഇല്ലാതെയാക്കി എന്നർത്ഥം. ഇതാണ് ആ പാണിനി മഹർഷിയുടെ പാഠം വരുന്നത്. അടുത്തത് ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന ഭാരതീയ ചികിത്സാശാസ്ത്രത്തെ പറ്റി പറയുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു പാഠമാണ്. ഇതിൽ ആയുർവേദ ശാസ്ത്രത്തെ പറ്റിയും പഞ്ചഭൂതാത്മികമായിട്ടുള്ള ആയുർവേദത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് പരാമർശിക്കുന്നത്. ഇതൊരു എസ്സേ ടൈപ്പ് പാഠമാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദമെന്നും ചരകൻ സുശ്രുതൻ തുടങ്ങിയിട്ടുള്ള ആയുർവേദ പണ്ഡിതന്മാരുടെ, ആചാര്യന്മാരുടെ, മഹർഷിമാരുടെ കാര്യം ഇതിൽ പറയുന്നുണ്ട്. അവരുടെ ഉപദേശമാണ് സ്വാസ്ഥ്യമായ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് അതിൽ പറയുന്നത്. പഞ്ചഭൂതാത്മികമായിട്ടുള്ളതാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൻ്റെ തന്നെ അംശമാണ് മനുഷ്യന്മാരും അല്ലെങ്കിൽ നമ്മുടെ ജീവജാലങ്ങളും എന്നർത്ഥം. അതിൻ്റെ മലയാളം ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വാഗ്ഭടാചാര്യൻ ആരോഗ്യപരിപാലനത്തിൽ വാഗ്ഭടാചാര്യൻ അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളാണ് ഇവിടെ എന്താണ് ചുരുക്കത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അഷ്ടാംഗഹൃദയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ആരോഗ്യ പരിപാലനത്തിന് വേണ്ട ആത്മ മന ഇന്ദ്രിയ എന്താ പറയുക, ആത്മാവിനെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം എന്താണ് ഇതിൽ കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശുചിത്വം അത്യാവശ്യമാണ്. സ്വാസ്ഥ്യം എന്താണ് ദിനചര്യയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുന്നെയാണ് ബ്രഹ്മമുഹൂർത്തം, അതിന് മുന്നേ എണീക്കണം. അതേപോലെ വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് വ്യായാമത്തിന് ശേഷം അല്ലെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്നും ഇവിടെ പറയുന്നു. അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കുളിക്കേണ്ടത്, ഏത് തരത്തിലാണ് നമ്മൾ കുളിക്കേണ്ടത്, ചുടുവെള്ളം കൊണ്ട് എവിടെ കുളിക്കണം, പച്ചവെള്ളം കൊണ്ട് എവിടെ കുളിക്കണം, ഇനി അസുഖങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം നമ്മുടെ എന്താ പറയുക സ്നാനം വേണ്ടത് എന്നും ശരീരത്തിനും മനസ്സിനുമൊക്കെ ശുദ്ധി വേണം എന്ന് പറയുന്നുണ്ട്. ആയുർവേദപരമായിട്ട് പറഞ്ഞിട്ടുള്ള 6 രസങ്ങളോട് കൂടിയ ഭക്ഷണങ്ങൾ ശരീരത്തിന് എങ്ങനെയുള്ളവയാണ് എന്നും ഇവിടെ ആഹാരത്തെപ്പറ്റി കൂടുതലും ആയിട്ടാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. പിന്നെ അഷ്ടാംഗഹൃദയത്തിൽ ദിനചര്യാധ്യായത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയായിരിക്കണം ഭക്ഷണം, എങ്ങനെ നമ്മൾ സംസാരിക്കണം, ഹിതമായതും മിതമായതും കഴിക്കണം, സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണം, മലമൂത്രാദി വിസർജനങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെ പിടിച്ചു നിർത്താൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ, പാപകർമ്മങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അദ്ദേഹം ഇവിടെ വിശദമായിട്ട് തന്നെ ഈ പാഠഭാഗത്ത് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ കേവലം ശാസ്ത്രപഠനേന അഭിതു തസ്യ പ്രയോഗേണ അനുഭവേന അഭ്യാസേന ചെയ്വേദത് സാർത്ഥകം ഭവതി. വെറും ശാസ്ത്രം പഠിച്ചതിലൂടെ മാത്രമല്ല, അതിൻ്റെ പ്രയോഗത്തിലൂടെയും അഭ്യാസത്തിലൂടെയും മാത്രമേ എന്താ പറയുക ഇതൊക്കെ നമുക്ക് അർത്ഥവത്തായി തീരുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ ചിന്തയും അപ്രകാരം രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ചെയ്യേണ്ട കർമ്മങ്ങളുടെ വിവേചനവും ചെയ്യണം. അതായത് രാവിലെ എണീച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇന്ന് എന്ന് ചിന്തിക്കുക,
രാത്രി നമ്മൾ ഇന്ന് മുഴുവൻ ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്നും ചിന്തിക്കണം. അങ്ങനെയുള്ളവർ ഒരിക്കലും ദുഃഖമില്ലാത്തവരായി തീരും എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ അഷ്ടാംഗ ഹൃദയത്തിൽ എന്താ പറയുക പരാമർശിച്ചിരിക്കുന്ന വാഗ്ഭടൻ്റെ അഷ്ടാംഗ ഹൃദയത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. ആയുസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നത്. ഇനി നമ്മുടെ ഏകകത്തിലെ അടുത്ത പാഠമായിട്ടുള്ളത് തത്വാമൃത ബിന്ദവ എന്നാണ്. ശങ്കരാചാര്യസ്വാമികൾ എഴുതിയിട്ടുള്ള വിവേക ചൂഡാമണി എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് തത്വാമൃത ബിന്ദവ എന്നത്. ശ്രീമദ ശങ്കരാചാര്യേണ വിരചിത വേദാന്ത പ്രതിപാദക പ്രകരണ ഗ്രന്ഥ ഭവതി വിവേക ചൂഡാമണി. അതിൽ പറഞ്ഞിട്ടുണ്ട് വേദാന്ത പ്രതിപാദകമായിട്ടുള്ള ഗ്രന്ഥമാണ് വിവേക ചൂഡാമണി എന്നും അതിൽ 700-ലധികം ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ആ ശ്ലോകത്തിൽ ആ ചാപ്റ്ററിൽ നിന്നും എടുത്തിട്ടുള്ള ചില ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഈ ഇതിൽ വരുന്നത്, ഈ പാഠത്തിൽ വരുന്നത്. ദോഷേണ തീവ്ര വിഷയ കൃഷ്ണസർപ്പ വിഷാദപി വിഷം നിഹന്തി ഭോക്താരം ദൃഷ്ടാരം ചക്ഷുഷാപ്യയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഇത് കുറച്ച് ലൈഫ് ലേണിങ്സ് ആണ്, അല്ലെങ്കിൽ ലൈഫ് ടീച്ചിങ്സ് ആണ് പറയുന്നത് ഈ പാഠത്തിൽ മുഴുവൻ. ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. നിയന്ത്രിക്കാൻ പറ്റാത്ത വിഷയസുഖങ്ങൾ ഘോരവിഷത്തെ പോലെ നാശകരണമായി ഭവിക്കുന്നു. വിഷം ഭക്ഷണത്തിലൂടെ ഒരുവന് മരണം സംഭവിപ്പിക്കുന്നു. എന്നാൽ ദോഷങ്ങളോട് കൂടിയ വിഷയസുഖങ്ങൾ ദർശിക്കുന്ന മാത്രയിൽ തന്നെ നാശം സംഭവിക്കുന്നു. അതായത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് പല പല കാര്യങ്ങൾ ആഗ്രഹിക്കുകയും അത് നേടാൻ വേണ്ടി നമ്മൾ പല പല മോശമായ വഴികളിലൂടെ പോവുകയും നമ്മളെന്താണ് നശിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യാതൊരു മനുഷ്യനാണോ വിഷയസുഖങ്ങളിൽ ആസക്തനാകുന്നത് അവൻ തീർച്ചയായും നാശം സംഭവിക്കുന്നു. അതുകൊണ്ട് രൂപരസാദി ഇന്ദ്രിയ വിഷയങ്ങൾക്കുപരിയായി മനുഷ്യനെ സംയമിയാക്കണം എന്നാണ്. നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യണം എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്. അകൃത്വാ ശത്രു സംഹാരം അഹത്വാഖില ഭൂശ്രിയം രാജാഹമിതി ശബ്ദാന്നോ രാജാ ഭവിതും അർഹതി. എന്താ പറഞ്ഞത് ഇവിടെ? ശത്രു സംഹാരവും സ്വന്തം രാജ്യത്തിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കലും അതുപോലെ അത് രണ്ടുമാണ് രാജാവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ശത്രുക്കളെ നിഗ്രഹിക്കുക, രാജ്യത്തിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുക. സ്വന്തം ധർമ്മം ചെയ്യാതെ ഒരു രാജാവ് തൻ്റെ ധർമ്മപരിപാലനമൊന്നും ചെയ്യാതെ സുഖലോലുപനായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ രാജാവ് എന്ന ശബ്ദം കൊണ്ട് മാത്രം ഒരാൾ രാജാവാവില്ല, അല്ലെങ്കിൽ രാജൻ എന്നുള്ള ശബ്ദം കൊണ്ട് മാത്രം ഒരാൾ ആരാവില്ല, രാജാവാവുകയില്ല. രാജകർമ്മം ചെയ്താൽ മാത്രമേ അയാൾ രാജാവാവുകയുള്ളൂ എന്നർത്ഥം. മസ്തകന്യസ്തഭാരാദേഹേ ദുഃഖമന്യേർ നിവാര്യത്തെ ക്ഷുതാതികൃത ദുഃഖം തു വിനാശ്വേന കേനചിത്. ഇനി എന്താണ് നമ്മുടെ ദുഃഖങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുകയാണ്. ശിരസിലിരിക്കുന്ന ഭാരത്തിൻ്റെ ദുഃഖം മറ്റുള്ളവരാൽ ദൂരീകരിക്കപ്പെടും. ഇപ്പം നമ്മളൊരു വെയിറ്റ് എടുത്ത് തലയിൽ വെച്ചിരിക്കാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമുക്ക് ആ തലയിൽ വെയിറ്റ് എടുത്ത് താഴെ വയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കും. എന്നാൽ വിശപ്പ് മുതലായ ദുഃഖങ്ങൾ സ്വപ്രയത്നം കൂടാതെ മറ്റാർക്കും ദൂരീകരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വിശന്നാൽ നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ എനിക്ക് വിശന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ, നിങ്ങൾ വിശന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടോ കാര്യമുണ്ടോ? കാര്യമില്ല എന്നർത്ഥം. ശബ്ദാദിഭി പഞ്ചഭിരേവ പഞ്ചപഞ്ചത്വമാപുഹു സ്വഗുണേന ബദ്ധ കുരംഗമാതംഗ പതംഗമീന ഭൃങ്കാഹ നര പഞ്ചഭിരഞ്ജിതഃ കിം എന്നാണ് പറഞ്ഞത്. എന്താണ്? 5 ഇന്ദ്രിയങ്ങളിലൂടെ എങ്ങനെയാണ് ഓരോ മൃഗങ്ങൾ നാശത്തിലേക്ക് പോകുന്നത്, അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പറയുകയാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെയുള്ള 5 വിഷയങ്ങളെ കൊണ്ട് തന്നെ മാൻ, ആന, ശലഭം, മത്സ്യം, ഭ്രമരം മുതലായ ജന്തുക്കൾ ഇതിൽ നിന്നുള്ള ഓരോ ഗുണങ്ങളാൽ ബന്ധിതരായി തന്നെ മരണം സംഭവിക്കുന്നു. അതായത് ശബ്ദം കേട്ടിട്ടാണ് മാൻ പോകുന്നത്, സ്പർശത്തിലൂടെ ആന, അതേപോലെ രൂപത്തിലൂടെ ശലഭം, രസത്തിലൂടെ മത്സ്യം, ഗന്ധത്തിലൂടെ ഭ്രമരം. ഇതൊക്കെ പോയി നാശത്തിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ മനുഷ്യനാകട്ടെ 5 ശബ്ദാദി ഗുണങ്ങളാൽ വളരെയധികം ആസക്തരായി മരണത്തെ പുൽകുന്നു എന്ന ആശയം എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിലെ ശ്ലോകങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഏകകം പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഏകകമായിട്ട് കാണാം. നമസ്തേ.